ഇന്നും വേനൽ മഴ തുടരും. ജില്ലയിൽ അലർട്ടുകളില്ലെങ്കിലും ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. കാലവർഷം ഉടൻ എത്തുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. സംസ്ഥാനത്ത് കനത്ത മഴ ഇന്നും തുടരും. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ കൊണ്ട് അർത്ഥമാക്കുന്നത്. അറബിക്കടലിലും സമീപ പ്രദേശങ്ങളിലും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നു മുതൽ ജൂൺ 1 വരെയാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജൂൺ 1 കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ മൺസൂൺ സാധ്യതകൾ ശക്തമായി. ഇതോടെ കേരളത്തിൽ എന്നാവും മൺസൂൺ എത്തുകയെന്ന കാര്യത്തിൽ ആകാംക്ഷ തുടരുകയാണ്. ജൂൺ 1, 2, 4 സംസ്ഥാനത്ത് മൺസൂൺ എത്തുന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇത്തവണത്തെ മൺസൂൺ മഴയുടെ തോത് കുറവായിരിക്കുമെന്നും മുന്നറിയിപ്പ് അധികൃതർ നൽകുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ 1 ആരംഭിക്കുന്ന സാഹചര്യമുണ്ടെങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാലവർഷം എത്തുമെന്നറിയപ്പെടുന്ന തീയതിക്ക് 2-3 ദിവസം മുൻപോ പിൻപോ മൺസൂൺ എത്തുന്നതാണ് പതിവ്. മെയ് 26 കേരളത്തിൽ മൺസൂൺ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പ്രവചനം തെറ്റിച്ച് സംസ്ഥാനത്തെ മൺസൂൺ വൈകിയിരിക്കുകയാണ്. മെയ് 27 അറിയിപ്പ് പ്രകാരം അടുത്ത 2-3 ദിവസങ്ങളിൽ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ആൻഡമാൻ കടലിലും മൺസൂൺ മുന്നേറുന്ന അനുകൂല സാഹചര്യം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.